നമുക്ക് മാങ്ങാപ്പഴം കൊണ്ട് കുമ്പിളുണ്ടാക്കാം. അതിനായിട്ട് മാങ്ങാ തൊലി എത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചട്ടിയിലോട്ടിട്ട് ചൂടാക്കി വെക്കാം. ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ജീരകം, ഏലക്ക നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തണുക്കാൻ വെക്കാം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മാങ്ങ വഴറ്റിയതിട്ട് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 6 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇലക്കകത്ത് വെച്ച് പരത്തി വെന്തെടുക്കാം. ഇലക്കകത്ത് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പച്ചമ്പിനകത്ത് വെച്ച് കൊടുക്കാം. നമുക്കിനി അടച്ചു വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ മാമ്പഴക്കുമ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിന് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.